നാട്ടിൽ നിന്ന് അയർലൻഡ് എന്ന രാജ്യത്തേക്ക് വരാൻ പോകുന്ന പാരൻസിൻ്റെ ഒരു വലിയ ടെൻഷനായിരിക്കും. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കുമോ, ഇവിടുത്തെ ഈ സ്കൂൾ സിസ്റ്റമൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് സിങ്ക് ആവുമോ, ഈ രാജ്യം അവർക്ക് ഒത്തിണങ്ങി പോകുമോ, അവർക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സിങ്ക് ആകാൻ പറ്റുമോ, ഇവിടുത്തെ സ്കൂൾ ലൈഫൊക്കെ അവർക്ക് ഓവർലോഡ് ആകുമോ, ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഒരുപാട് ലിമിറ്റേഷൻസ് അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് അയർലൻഡ് എന്ന രാജ്യത്തേക്ക് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാവരുടെയും ഉള്ളിൽ വരുന്നതാണ്. ഞാൻ വിപിൻ, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ബഡി. ഞാൻ ഉൾപ്പെടെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പാരൻസിൻ്റെയും ഉള്ളിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവും അല്ലേ. നമ്മൾ ആലോചിക്കും, ഇങ്ങോട്ട് വരുന്നത് റൈറ്റ് ഡിസിഷൻ ആയിരിക്കുമോ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇംഗ്ലീഷുകാർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ കുട്ടികൾ പല ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളായിരിക്കും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫാമിലിയിലുള്ളത്. ചിലപ്പോൾ 5 വയസ്സുള്ള കുട്ടിയായിരിക്കും, ചിലപ്പോൾ 10 വയസ്സുള്ള കുട്ടിയായിരിക്കും, ചിലപ്പോൾ 12ഉം 15ഉം വയസ്സുള്ള കുട്ടികളായിരിക്കും അല്ലേ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെക്കാൾ എളുപ്പത്തിൽ ഇവിടുത്തെ ഇംഗ്ലീഷ് കുട്ടികളായിട്ട് ഈ ഐറിഷ് കുട്ടികളോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആക്സൻ്റുള്ള കുട്ടികളൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ സിങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ പാരൻസ് ഇങ്ങോട്ട് വരുന്നത് അല്പജ്ഞാനം ഇംഗ്ലീഷ് വെച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് എന്ന ആ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതെങ്കിലും എല്ലാ കുട്ടികളും വളരെ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിവിടെ വന്ന് അവരുടെ ഇവിടുത്തെ സ്കൂൾ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന ഇനീഷ്യൽ ആ ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവരൊരു സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡ് എന്നുള്ളൂ. പക്ഷെ പെട്ടെന്ന് തന്നെ വിത്തിൻ ഫ്യൂ വീക്സിൽ തന്നെ അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം എൻ്റെ മോളുടെ കേസ് ഞാൻ പറയുവാണെങ്കിൽ, എൻ്റെ മോള് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കോവിഡ് വന്നു. പിന്നെ അവൾക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ല. നാട്ടിലെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ നാട്ടിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ആളൊന്ന് സ്കൂളിലേക്ക് പോയി തുടങ്ങിയ സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് സ്കൂള് എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ ജീവിതം അവൾക്ക് വളരെ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. വിത്തിൻ 3 മന്ത്സിൽ തന്നെ അവളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ കുട്ടികളെ വിചാരിക്കുന്നത് പോലെയല്ല. കുട്ടികൾക്ക് പെട്ടെന്ന് ഈ ഒരു ലാംഗ്വേജ് സ്കിൽസ് ബേസ് മുതൽ അവരിവിടെ വരുമല്ലേ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ ഇപ്പം നമ്മൾ നീന്തൽ അറിയാത്ത ഒരാളെ കുളത്തിൽ കൊണ്ടുവന്നിട്ട് തപ്പിത്തടഞ്ഞ് എങ്ങനെയെങ്കിലും കരക്കെടുക്കുമെന്ന് പറയില്ല, അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. അവരിവിടെ വന്നിട്ട് ആ ഒരു രീതിയും ആ ഒരു ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്. അപ്പം നിങ്ങൾക്ക് അതിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷൻ ആവശ്യമില്ല. നിങ്ങളുടെ കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് പെട്ടെന്ന് ഇവിടുത്തെ ആ ഒരു ലാംഗ്വേജ് ആ ഒരു ബാരിയേഴ്സൊക്കെ മറികടന്ന് അവരവരുടെ ഫ്രണ്ട്സിനെ കണ്ടെത്തി അവർ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യും ഇവിടുത്തെ ഒരു സ്കൂൾ ജീവിതം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ പാരൻസിനുള്ളിൽ വരുന്ന ഒരു വലിയ ക്വസ്റ്റ്യനാണ്, ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു ബാലികേറാമലയായിരിക്കുമോ, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെയൊക്കെ ആയിരിക്കുമോ എന്ന്. ഒരിക്കലുമല്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നാട്ടിലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ആ ഒരു സിസ്റ്റത്തിൽ പോകുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഇപ്പം എൻ്റെ മോളൊക്കെ ഇവിടെ സ്കൂളിൽ പോകാന്ന് പറയുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച പിന്നെയും പെട്ടെന്ന് സ്കൂളിൽ പോകണം. കാരണം ഇവിടെ അവൾക്ക് ഫ്രണ്ട്സ്, ഇവർ ഓവറായിട്ടൊന്നും പഠിപ്പിക്കുക അല്ലെങ്കിൽ ഹോംവർക്ക് വീട്ടിൽ കൊണ്ട് ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല. ഇവിടെ വേറൊരു രീതിയാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ലൈക്ക് പ്ലേ ചെയ്യിപ്പിക്കുക. ഇവർക്കിപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ വെള്ളിയാഴ്ച ഈവനിങ് ഇവരുടെ ഹോംവർക്ക് ഇവർക്ക് സ്കൂളിൽ തന്നെ വെച്ചിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ശനി ഞായർ ഇവരെ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ അങ്ങനെയാണ് കേട്ടോ. മറ്റു സ്കൂളിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവരുടെ ഹോംവർക്ക് ഈ മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുന്ന ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് ഇവർക്ക് ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൽ ഇവരുടെ ഈ ഒരു ബുക്സ് എല്ലാം കൊടുത്തു വിടും. അവരൊറ്റയ്ക്ക് ഇരുന്ന് അത് ചെയ്യുക. തിരിച്ച് പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഈ ഹോംവർക്ക് ഫോൾഡർ അവിടെ റിപ്പോർട്ട് ചെയ്യുക. ഈവനിങ്ങിൽ പിന്നെയും അടുത്ത ദിവസം, അങ്ങനെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ, അങ്ങനെ ഈ 5 ദിവസങ്ങളെ ഹോംവർക്ക് ഫ്രൈഡേക്കുള്ളിൽ
അവർ കംപ്ലീറ്റ് ചെയ്യുക. ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ ആ ഹോംവർക്ക് ഫോൾഡർ അവർക്ക് ആ സ്കൂളിൽ ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാം. ശനി ഞായർ ഇവർ ഫുൾ ഫ്രീ ആണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഹോംവർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ശനിയും ഞായറും ട്യൂഷൻ അത് ഇവിടെ ട്യൂഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റമേ ഇല്ല കേട്ടോ. അതാണ് വേറൊരു, എല്ലാ കുട്ടികളും തനിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ യൂസ്ഡ് ആവുമോ എന്നൊക്കെ ഉള്ളത് ആ ഒരു ടെൻഷനേ വേണ്ട. നല്ല രീതിയിൽ പിന്നെ ഒരു 15-16 വയസ്സൊക്കെ വരുന്ന കുട്ടികൾക്കാണ് കുറച്ചെങ്കിലും രീതിയിൽ ഒരു ഡിസ്കംഫേർട്ട് വരുന്നത്. കാരണം അവർ ഓൾറെഡി സ്കൂളിൽ കുറേ നാൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് വലിയൊരു ചേഞ്ച് പെട്ടെന്ന് ഫീൽ ചെയ്യുക. പക്ഷെ താഴെ ഉള്ള കുട്ടികൾക്കൊന്നും ഒരു രീതിയിലും ഈ ഒരു ചേഞ്ച് ഫീൽ ചെയ്യില്ല. അവർക്ക് പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉള്ളതിൽ ഒരു ടെൻഷനും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കുഞ്ഞു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇങ്ങോട്ടോ ഇനി വരാൻ പോകുന്ന പാരൻസിൻ്റെ ഉള്ളിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കുഞ്ഞുമക്കൾ ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ലാംഗ്വേജിൻ്റെ കാര്യങ്ങൾ അവർ ഇമ്പ്രൂവ് ചെയ്യും. ഇവിടുത്തെ സ്കൂൾ സിസ്റ്റമായിട്ട് അവർക്ക് നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയിൽ കാണാം.